വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നു മുതൽ നമ്മൾ +2 ലെവൽ പ്രിലിമിനറിയുടെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ലഭിക്കുന്നതിനായി പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമ്മൾ ഫസ്റ്റ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗങ്ങളാണ്. അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ മതപുനരുദ്ധാരണ സംഘടന ഏത്? ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. ആൻസർ ആത്മീയ സഭ. ആത്മീയ സഭ സ്ഥാപിച്ച വർഷം 1815. ആത്മീയ സഭ സ്ഥാപിച്ച വ്യക്തി രാജാറാം മോഹൻ റായ്. ബ്രഹ്മസമാജം സ്ഥാപിച്ച വ്യക്തി രാജാറാം മോഹൻ റായ്. ഇന്ത്യയിലെ ആദ്യത്തെ മതപുനരുദ്ധാരണ സംഘടന ഏതാണ്? ആൻസർ ആത്മീയ സഭ. ആത്മീയ സഭ സ്ഥാപിച്ച വർഷം 1815. ആത്മീയ സഭ സ്ഥാപിച്ച വ്യക്തി രാജാറാം മോഹൻ റായ്. ബ്രഹ്മസമാജം സ്ഥാപിച്ച വ്യക്തി രാജാറാം മോഹൻ റായ്. ബ്രഹ്മസമാജം സ്ഥാപിച്ച വർഷം 1828 ഓഗസ്റ്റ് 20. ബ്രഹ്മസമാജത്തിൻ്റെ ആസ്ഥാനം കൊൽക്കത്ത. ഇന്ത്യയിൽ സതി നിരോധിച്ചത് ആര്? വില്യം ബെന്നി പ്രഭു. ഇന്ത്യയിൽ സതി നിരോധിച്ച വർഷം 1829 ഡിസംബർ 4. ബ്രഹ്മസമാജം സ്ഥാപിച്ച വർഷം 1828 ഓഗസ്റ്റ് 20. ബ്രഹ്മസമാജത്തിൻ്റെ ആസ്ഥാനം കൊൽക്കത്ത. ഇന്ത്യയിൽ സതി നിരോധിച്ച ആര്? വില്യം ബെന്നി പ്രഭു. ഇന്ത്യയിൽ സതി നിരോധിച്ച വർഷം 1829 ഡിസംബർ 4. ഇന്ത്യയിൽ സതി നിരോധിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന ബ്രഹ്മസമാജം. സതി നിരോധിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹൻ റായ്. ആധുനിക ഇന്ത്യയുടെ ആദ്യ നവോത്ഥാന നായകൻ രാജാറാം മോഹൻ റായ്. ഇന്ത്യൻ മത പുനരുദ്ധാരണത്തിൻ്റെ അപോസ്തരൻ രാജാറാം മോഹൻ റായ്. ഇന്ത്യയിൽ സതി നിരോധിച്ചതിനു പിന്നിൽ പ്രവർത്തിച്ച സംഘടന ബ്രഹ്മസമാജം. സതി നിരോധിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹൻ റായ്. ആധുനിക ഇന്ത്യയുടെ ആദ്യ നവോത്ഥാന നായകൻ രാജാറാം മോഹൻ റായ്. ഇന്ത്യൻ മത പുനരുദ്ധാരണത്തിൻ്റെ അപോസ്തരൻ രാജാറാം മോഹൻ റായ്. ബ്രഹ്മസമാജം രണ്ടായി പിരിഞ്ഞ വർഷം 1866. ബ്രഹ്മസമാജം രണ്ടായി പിരിഞ്ഞിട്ട് ഉണ്ടായതാണ് ആദി ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജവും. ആദി ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ ദേവേന്ദ്രനാഥ ടാഗോർ. ഭാരതീയ ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ കേശവചന്ദ്ര സെൻ. ഏത് സംഘടനയിൽ നിന്നാണ് സാധാരണ ബ്രഹ്മസമാജം രൂപം കൊണ്ടത്? ഭാരതീയ ബ്രഹ്മസമാജം. ഭാരതീയ ബ്രഹ്മസമാജം 1870 എത്തിയപ്പോൾ ഒന്നും കൂടി വേർപിരിഞ്ഞ് ഒരു സംഘടന കൂടി രൂപം കൊണ്ടു. അതാണ് സാധാരണ ബ്രഹ്മസമാജം. ബ്രഹ്മസമാജം രണ്ടായി പിരിഞ്ഞ വർഷം 1866. ആദി ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ ദേവേന്ദ്രനാഥ ടാഗോർ. ഭാരതീയ ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ കേശവചന്ദ്ര സെൻ. ഏത് സംഘടനയിൽ നിന്നാണ് സാധാരണ ബ്രഹ്മസമാജം രൂപം കൊണ്ടത്? ഭാരതീയ ബ്രഹ്മസമാജം. സാധാരണ ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ ശിവനാരായണൻ അഗ്നിഹോത്രി. കേരളത്തിൽ ബ്രഹ്മസമാജത്തിന് നേതൃത്വം കൊടുത്തത് അയ്യത്താൻ ഗോപാലൻ. രാജാറാം മോഹൻ റായിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി ദേവേന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സഭ തത്വബോധിനി സഭ. തത്വബോധിനി സഭ സ്ഥാപിച്ച വർഷം 1839. സാധാരണ ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ ശിവനാരായൺ അഗ്നിഹോത്രി. കേരളത്തിൽ ബ്രഹ്മസമാജം നേതൃത്വം കൊടുത്തത് അയ്യത്താൻ ഗോപാലൻ. രാജാറാം മോഹൻ റായിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി ദേവേന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സഭ തത്വബോധിനി സഭ. തത്വബോധിനി സഭ സ്ഥാപിച്ച വർഷം 1839. തത്വബോധിനി സഭയുടെ ആസ്ഥാനം ബംഗാൾ. തത്വബോധിനി സഭയുടെ പത്രിക തത്വബോധിക പത്രിക. വേദസമാജം സ്ഥാപിതമായ വർഷം 1864. ദക്ഷിണേന്ത്യയിലെ ബ്രഹ്മസമാജം എന്നറിയപ്പെടുന്ന സംഘടന വേദസമാജം.
തത്വബോധിനി സഭയുടെ ആസ്ഥാനം ബംഗാൾ. തത്വബോധിനി സഭയുടെ പത്രിക തത്വബോധിക പത്രിക. വേദസമാജം സ്ഥാപിതമായ വർഷം 1864. ദക്ഷിണേന്ത്യയിലെ ബ്രഹ്മസമാജം എന്നറിയപ്പെടുന്ന സംഘടന വേദസമാജം. വേദസമാജത്തിൻ്റെ സ്ഥാപകൻ ശ്രീധരലു നായിഡു, കേശവചന്ദ്ര സെൻ. വേദസമാജത്തിൻ്റെ ആസ്ഥാനം മദ്രാസ്. വേദസമാജത്തിൻ്റെ സ്ഥാപകൻ ശ്രീധരലു നായിഡു, കേശവചന്ദ്ര സെൻ. വേദസമാജത്തിൻ്റെ ആസ്ഥാനം മദ്രാസ്. ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായി ചോദിക്കാവുന്നതാണ്. താങ്ക് യു.